3:7 അവരുടെ കണ്ണ് തുറന്നു, അവർ നഗ്നരെന്നറിഞ്ഞു. സാത്താൻ പറഞ്ഞു കണ്ണ് തുറക്കും. അപ്പൊ പിശാച് പറയുന്നത് കുറച്ച് സത്യം കൂടെ കലർത്തി പറയും. കുറച്ച് സത്യം, അതിനെയാണ് നമ്മൾ കൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുരുപദേശം എന്ന് പറയുന്നത്. കുറച്ച് നല്ലതെന്ന് തോന്നും, കുറേയധികം തെറ്റുകൾ കാണും. ഈ നല്ലതെന്ന് തോന്നുന്നതിന് കുറെ എങ്ങനെ പറയുകയും അതിനോടുകൂടെ ദൈവഹിതമല്ലാത്ത ദുരുപദേശങ്ങളെ കയറ്റി വിടുകയും ചെയ്യും. അതാണ് സാത്താന്റെ തന്ത്രം. പിശാച് പറഞ്ഞു ഒരു കാര്യം ശരിയാണ്, നിങ്ങളുടെ കണ്ണ് തുറക്കും. 7-ാം വാക്യം എത്തിയപ്പോൾ അവരെ കണ്ണ് തുറന്നു. പക്ഷേ അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്, ഞങ്ങൾ ദൈവത്തെ പോലെ അല്ല ആയത്, ഹീനമായ അവസ്ഥയിൽ നാണം കെട്ട് നിൽക്കുകയാണ്. തങ്ങൾ നഗ്നരെന്നവർ അറിഞ്ഞു. ദൈവത്തെ പോലെ ആകുമെന്ന് വഞ്ചിച്ച് മോഹിപ്പിച്ച് പിശാച് മനുഷ്യനെ കൊണ്ടെത്തിച്ചത് ആ നഗ്നതയിലേക്ക്, നാണക്കേടിലേക്കാണ്. ആ തീ കത്തുകയാണ് മനുഷ്യനിൽ. ഇന്ന് പിശാചിനെ സേവിച്ചാൽ, സാത്താനെ സേവിച്ചാൽ താൽക്കാലികമായി ഒരുപാട് നന്മകൾ കിട്ടും. ആ നന്മകൾക്ക് വേണ്ടി സാത്താന്റെ പുറകെ പോകുന്ന അനേകരുണ്ട്. ഡ്രഗ്സിന് വേണ്ടി, ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി, പണത്തിനു വേണ്ടി ജീവിതം തന്നെ മറന്നു പോകുന്നതായ ജീവിത ശൈലികൾ, സാത്താന്യ സഭകൾ ലോകത്തെമ്പാടും പെരുകിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്തിടെയായി സമൂഹ മാധ്യമങ്ങളിൽ സാത്താന്യ സഭകൾ പെരുകുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആഭിചാര ക്രിയകളും മറ്റും പലതുമൊക്കെ. ഒരു ക്രൈസ്തവന്റെ വീട്ടിൽ, ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഒരു യൗവനക്കാരൻ വെള്ളറടയിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, തന്റെ അപ്പനെ കൊന്നതിന്റെ പുറകിൽ സാത്താന്യ സേവയുടെ ക്രിയകളാണെന്ന് പറയുന്നു. ആ മരണ വീട്ടിൽ അന്ന് ഒരു കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു വ്യക്തിയോടെ വന്നു എന്നുമൊക്കെ പറയുന്നുണ്ട്. കേസൊക്കെ എവിടെങ്ങോട്ട് പോയി നമുക്കറിയില്ല. സാത്താന്യ ക്രിയകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മക്കളെ, എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ള സന്ദേശം ഇതാണ്. പല രൂപത്തിൽ, പല ഭാവത്തിൽ താൽക്കാലിക സുഖങ്ങൾ നൽകി, കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും എന്ന് പറഞ്ഞ് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിച്ചിട്ട് സാത്താൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, നിങ്ങളെ നരകത്തിയിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത്. ആ നരകത്തിയിലേക്കാണ്, നഗ്നതയിലേക്കാണ്, നാണക്കേടിലേക്കാണ്. എന്നാൽ ഇത് കൃപയുടെ കാലം. എല്ലാ വ്യക്തികൾക്കും യേശുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത് യേശുവിനെ സ്വീകരിച്ച് ആ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാനുള്ള കാലമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുക.